നമസ്കാരം. ആയുർജ്യോതി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജലക്ഷ്മി എം.ആർ. ഇന്ന് ഞാൻ പറയുന്നത് മഹാവിഷ്ണു പ്രീതിക്ക് വേണ്ടിയുള്ള കാര്യമാണ്. മഹാവിഷ്ണുവിന്റെ പ്രീതി എന്ന് പറഞ്ഞാൽ വ്യാഴം അഥവാ ഗുരു അഥവാ ബൃഹസ്പതി. വ്യാഴം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. വ്യാഴം പിഴച്ചാൽ സർവ്വതും പിഴച്ചു എന്നാണ്. വ്യാഴകാരകനാണ് മഹാവിഷ്ണു. അപ്പം ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുവാൻ മഹാവിഷ്ണു പ്രീതികരയ്ക്ക് വേണ്ടി നമ്മൾ നമ്മുടെ സ്വഗൃഹത്തിൽ തന്നെ ചെയ്യാവുന്ന ഒരു മന്ത്രവിധിയാണ് ഞാനിവിടെ പറയുന്നത്. അതായത് ഒരു തളിക എടുക്കുക. ഒരു വൃത്തിയും ശുദ്ധിയുമുള്ള ഒരു തളിക എടുത്തിട്ട് തളികയിലേക്ക് മഞ്ഞ കടുക്, അത് പൂജാ സ്റ്റോറുകളിലും മറ്റുള്ള കടകളിലും വാങ്ങാൻ കിട്ടും. കറുത്ത കടുകല്ല, മഞ്ഞ കടുക്. അതിനുശേഷം ഒരു പുതിയ മൺചരാത് വാങ്ങിയിട്ട് ആ മൺചരാതില് വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കുന്ന തിരി മഞ്ഞൾ മുക്കിയിട്ട് ആ തിരി നമ്മൾ ഈ മൺചരാതിൽ വെക്കുക. അതിനുശേഷം നമ്മൾ തിരി കത്തിക്കുക. വ്യാഴാഴ്ച വേണം ഇത് ചെയ്യുവാൻ. വ്യാഴാഴ്ച സന്ധ്യയ്ക്കോ രാവിലെയോ ഇത് ചെയ്യുന്ന ഉചിതമായിരിക്കും. ഇത് ചെയ്യുന്ന സമയം നമ്മളും മഞ്ഞ വസ്ത്രം ധരിക്കുവാൻ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മുടെ വ്യാഴത്തിന്റെ പ്രീതി അനുഗ്രഹം നമുക്ക് ലഭിക്കുവാനും വ്യാഴദശ നമുക്ക് അനുകൂലമായി തീരുവാനും മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം നമുക്ക് പൂർണ്ണമായി ലഭിക്കുവാനും നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. മഞ്ഞ കടുക്, മഞ്ഞത്തിരി മുക്കിയിട്ട് മൺചരാതിൽ വെച്ച് കത്തിക്കുക. സന്ധ്യയ്ക്കാകാം, രാവിലെയാകാം. ഇതും 3 പ്രാവശ്യം നമ്മുടെ ഗൃഹത്തിന് നേരെ ഒഴിയുക. 3 പ്രാവശ്യം. ക്ലോക്ക് വൈസിൽ ആദ്യം ഒഴിയുക, 3 പ്രാവശ്യം. ആന്റി ക്ലോക്ക് വൈസിൽ 3 പ്രാവശ്യം ഒഴിയുക. ഒഴിഞ്ഞിട്ട് എൻ്റെ ഭഗവാനെ ഓം നമോ ഭഗവതോ വാസുദേവായ, ഓം നമോ നാരായണായ, ഇത് നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. ജപിച്ചിട്ട് നിങ്ങൾ ഈ മൺചരാത് കത്തിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. മൺചരാത് കത്തിച്ച് നിങ്ങൾക്ക് സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടും. മഹാവിഷ്ണു പ്രീതികരങ്ങളായ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. നമുക്ക് സൗഭാഗ്യങ്ങളും സന്തോഷവും മനസ്സുഖവും കുടുംബ സൗഖ്യവും ഒക്കെ നമുക്ക് ലഭിക്കും. ധനവരവും നമുക്കുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.